എന്നാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞതാണ്. അയൽക്കാരുമായി നല്ല ബന്ധം നിലനിർത്തണമെന്നത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഫലാ യുഅ്ദി ജാറഹു, തന്റെ അയൽക്കാരെ ഉപദ്രവിക്കരുത്. അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വാസമുള്ളവൻ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, തന്റെ അയൽക്കാരോട് നന്മ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ഗൗരവം അവിടുന്ന് പഠിപ്പിച്ചു. മസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ജിബ്രീൽ എന്നോട് ചില വസിയത്തുകൾ, അയൽക്കാരോട് ഞാൻ കാണിക്കേണ്ടുന്ന കടമകളെ സംബന്ധിച്ച് ജിബ്രീൽ എന്നോട് വസിയത്തുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഹത്താ ളനന്തു, ഞാൻ വിചാരിച്ചു പോയി അന്നഹു സയുവരിസുഹു, അയൽക്കാരന് താൻ മരിച്ചാൽ തന്റെ സ്വത്തിൽ നിന്ന് വിഹിതം കൊടുക്കണം എന്ന് വരെ പറഞ്ഞു പോയേക്കുമോ. അത്രത്തോളം വലിയ ബന്ധാണ് അയൽക്കാരോട് നിലനിർത്തേണ്ടത് എന്നാണ് ജിബ്രീൽ എന്നോട് ഉപദേശിച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുന്ന് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല മല്ലാ യുഅ്മിനു ജാറുഹു ബവായിഖഹു, ഏതൊരു അയൽക്കാരൻ തന്റെ അയൽവാസിയുടെ ശർറിൽ നിന്ന് അവന് നിർഭയത്വമില്ലയോ അങ്ങനെയുള്ള ഒരാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. സ്വർഗപ്രവേശനത്തിന് തടസ്സമാണ്. വലിയ ഗൗരവമായിട്ടാണ് ഇസ്ലാം അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അയൽക്കാരനുമായിട്ടുള്ള ബന്ധം ഇസ്ലാം എത്രയാണ് പ്രാധാന്യപൂർവ്വം പറഞ്ഞത്. എന്നിൽ വിശ്വസിച്ചിട്ടില്ല മന്നൊരുവൻ, എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് അവനെങ്കിൽ വയറ് നിറച്ച് ആഹരിച്ചുകൊണ്ട് രാത്രി ഒരാൾ താമസിക്കുന്നു തന്റെ വീട്ടിൽ. ഏത് സ്ഥിതിയിലാണ്? അവന്റെ അയൽക്കാരനാണെങ്കിൽ തന്റെ തൊട്ട വീട്ടിൽ അയൽക്കാരൻ വിശപ്പിലാണ്. വഹുവയലമോ, ഇവനത് അറിയുകയും ചെയ്യാം. ഇവൻ അറിയാം അവിടെ പട്ടിണിയാണെന്ന്. എന്നിട്ട് ഇവനതാ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവൻ എന്നിൽ വിശ്വസിച്ചവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്. അയൽക്കാരന്റെ വീട്ടിലേക്ക് അവന് ചെറുണ്ടാക്കുന്ന നിലക്ക് വീട്ടിൽ നിന്ന് ശബ്ദമുണ്ടാക്കിക്കൂടാ. ഇന്ന് ആർക്കാണ് ഇത് ചിന്തയുള്ളത്? അവരവർക്ക് അവരവരുടെ കാര്യമല്ലേ നോട്ടമുള്ളത്. അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടോ? അവിടെ രോഗികളായ സഹോദരന്മാർ കിടക്കുന്നുണ്ടോ? അവിടെ പ്രായമായ ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ? അവിടെ പ്രയാസമുള്ളവരുണ്ടോ? അതൊന്നും ചിന്തിക്കാതെ തന്റെ വീട്ടിലെ TV ഓൺ ചെയ്യുകയാണ്, റേഡിയോ ഓൺ ചെയ്യുകയാണ്, ഉറക്കെ വർത്തമാനം പറയുകയാണ്, ചിരിക്കുകയും കളിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അയൽക്കാരന് ദ്രോഹമുണ്ടാക്കുന്നുവെങ്കിൽ അവൻ സ്വർഗപ്രവേശനത്തിന് അർഹനല്ലെന്ന് പറയുന്നുവെങ്കിൽ എത്ര ഗുരുതരമാണ് അയൽക്കാരോടുള്ള ബന്ധം, എത്ര പവിത്രമായി നിലനിർത്തേണ്ടതാണത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു. ഒരു പെണ്ണിനെ കുറിച്ചാണ് ചോദ്യം. ആ പെണ്ണിന്റെ സ്വഭാവം എന്താണ്? അവൾ ധാരാളമായി നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ട്, സ്വതക്കയും കൊടുക്കാറുണ്ട്. പക്ഷേ ഗൈറ അന്നഹാ തുഅ്ദീ ജിറാനഹാ ബിലിസാനിഹാ, നാക്കെടുത്താല പെണ്ണ് അയൽക്കാരെത്തെറിയാണ് പറയാറുള്ളത്. ഒരു സ്വൈരവും കൊടുക്കില്ല. അയൽ വീട്ടുകാരെ ചീത്ത പറയും, അവരെ കുറിച്ച് മോശം പറയും. എന്നാലോ നിസ്കാരം വളരെ ഉഷാറാണ്, നോമ്പുണ്ട്, അതുപോലെ തന്നെ സ്വതക്കയും എല്ലാം ഉണ്ട്. എന്താണ് നബിയെ ഈ പെണ്ണിനെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളതെന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടെ പറയുന്ന മറുപടി, ഹിയ ഫിന്നാർ, അവൾ നരകത്തിൽ തന്നെ. നിസ്കാരം എവിടെ പോയി? നോമ്പ് എവിടെ പോയി? അവരുടെ സ്വതക്ക എവിടെ പോയി? അത്രയും അതിനെയൊക്കെ നശിപ്പിക്കും അയൽക്കാരുമായിട്ട് മോശമായി വർത്തിച്ചു കഴിഞ്ഞാൽ എന്ന് ഇസ്ലാം പറയുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ അതാ ഒരാൾ വന്ന് അയൽക്കാരന്റെ ദ്രോഹം സഹിക്കവയ്യാതെ പരാതി പറയുന്നു. അയൽക്കാരൻ ദ്രോഹിക്കുകയാണ് നബിയെ, എന്റെ സാധനങ്ങൾ പോലും പലപ്പോഴും എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്, ആക്രമിക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞതെന്താണ്? നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ വഴിയിൽ അവിടെ നിന്നോ,
വഴിയിൽ നിന്നോ സാധനങ്ങളൊക്കെ പുറത്തേക്കിട്ടിട്ട് നിങ്ങൾ അതിന്റെ അടുത്ത് നിൽക്ക്. അതാ അങ്ങനെ അദ്ദേഹം ചെയ്തപ്പോ ആളുകൾ അതിലൂടെ കടന്നു പോകാൻ തുടങ്ങി. ഇയാളോട് വിവരം ചോദിക്കുന്നു, എന്തേ ഇവിടെ നിൽക്കുന്നത്? എന്റെ അയൽക്കാരന്റെ ചെറു സഹിക്കാതെ ഞാൻ പുറത്തിറങ്ങിയതാണെന്ന് അദ്ദേഹം മറുപടിയും പറയുന്നു. വരുന്നവര് മുഴുവൻ ഈ മനുഷ്യനെ ശപിക്കുന്നു. ഇത് കേട്ടപ്പോ ഇയാൾ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ഈ മറ്റേ അയൽക്കാരൻ, ജനങ്ങളൊക്കെ എന്നെ ചീത്ത പറയുന്നു, ജനങ്ങളൊക്കെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പ്രശ്നം? എന്താ ആളുകൾ നിങ്ങളെപ്പറ്റി പറയുന്നത്? യൽഅനൂനനി, അവരെന്നെ ശപിക്കുകയാണ്, അവരെന്നെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് എന്റെ വീട്ടിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഖദ് ലഅനകല്ലാഹു ഖബലന്നാസ്. ആളുകൾ ഇപ്പോഴല്ലേ ശപിക്കാൻ തുടങ്ങിയത്. ആളുകൾ ശപിക്കുന്നതിന്റെ മുമ്പേ അള്ളാഹ് നിന്നെ ശപിച്ചിരിക്കുന്നു മനുഷ്യ. പാവപ്പെട്ട അയൽക്കാരന് നീ ബുദ്ധിമുട്ടിച്ചില്ലേ, നീ അയാളെ ദ്രോഹിക്കാറില്ലേ, അതുകൊണ്ട് നിനക്ക് ശാപം ആളുകളിൽ നിന്ന് ഇപ്പോഴല്ലേ കിട്ടാൻ തുടങ്ങിയുള്ളൂ. ഖദ് ലഅനകല്ലാഹു ഖബലന്നാസ്. അല്ലാഹു നിന്നെ ഈ ജനങ്ങൾ ശപിക്കുന്നതിന്റെ മുമ്പേ റബ്ബ് നിന്നെ ശപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നബി തങ്ങളെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ അവിടെ വെച്ച് പറയുന്നു, ഇന്നീ ലാ അഊദ്, ഇനി ഞാൻ ചെയ്യില്ല നബിയെ, ഇനി ഞാൻ അത്തരം സ്വഭാവത്തിൽ വർത്തിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം അങ്ങ് തൗബ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അസ്കാരനായ മറ്റേ മനുഷ്യരോട് പറയുന്നു, നിന്റെ സാധനങ്ങളുമായി വീട്ടിലേക്ക് തന്നെ കയറിക്കോ, നിനക്കവന്റെ ചെറിയിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞു. നോക്കൂ നിങ്ങൾ, ശാപമാണ് എന്നാണ് അതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നത്. നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം ഗൗരവമാണ്. അപ്പോ ആ നിലക്ക് അയൽപ്പക്ക ബന്ധം വഷളാകുന്ന ഒരു കാലം ശരിയല്ലേ? ആർക്കായി അയൽവാസിയെ അറിയുക പോലുമില്ല. ആളുകൾക്ക് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞത് തന്നെയാണതും. ആളുകൾക്കിടയിൽ അപരിചിതത്വം വർദ്ധിക്കും. ഒരാൾക്ക് മറ്റേ ആളെ അറിയില്ല, ആളുകൾ തമ്മിൽ അറിയുക പോലുമില്ല, തൊട്ടടുത്ത് താമസിക്കുന്നതാരാണെന്ന് വിവരമില്ല, ഒരു ബന്ധവുമില്ല. അത്രക്ക് സ്വാർത്ഥത പെരുകിയിരിക്കുകയാണ്. ആരെയും നോക്കാൻ നേരമില്ല. തന്റേതായ വലയത്തിൽ ചുരുങ്ങിക്കൂടുന്ന സ്ഥിതിയാണ്. പരസ്പര ബന്ധങ്ങളില്ല, അന്വേഷണങ്ങളില്ല, സഹായങ്ങളില്ല, സഹകരണങ്ങളില്ല. എന്താണ് സമൂഹത്തിൽ തന്റെ സഹോദരന് സംഭവിച്ചതെന്ന് പോലും അറിയുന്നില്ല. അന്വേഷണങ്ങളില്ലല്ലോ, ഒരു പരിചയവുമില്ല. കാരണം അവരവർക്ക് അവരുടെ പ്രശ്നം തന്നെ വലിയ വിഷയമായി കൊണ്ട് നടക്കുമ്പോ ആർക്ക് മറ്റൊരാളെ കുറിച്ച് അന്വേഷിക്കാൻ നേരം? അങ്ങനെ പരസ്പരം ഒരു പരിചയം പോലുമില്ലാതെ ആളുകൾ ഒതുങ്ങിക്കൂടുന്നു. പക്ഷേ എല്ലാവർക്കും പരിചയപ്പെടാനുള്ള അവസരങ്ങൾ മുമ്പ് കാലത്തേക്കാൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പൊരാൾക്കൊരാളെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണണം, അല്ലെങ്കിൽ കത്തയക്കണം. ഇന്ന് പോയി കാണണ്ട, സംസാരിക്കാൻ സംവിധാനങ്ങൾ, നേരിട്ട് സംസാരിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിക്കാൻ മിനിറ്റുകൾ മതി, സെക്കൻഡുകൾ കൊണ്ട് എല്ലാത്തിനും അവസരമുണ്ട്. പക്ഷേ എന്നാലുമില്ല ചുരുങ്ങിപ്പോയി. കാരണം അങ്ങനെ തന്നെ സംഭവിക്കൂ. നാളെടുക്കും തോറും ആളുകൾക്കിടയിലുള്ള പരിചിതത്വം വർദ്ധിക്കുകയാണ്. അതുപോലെ